മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. വണക്കം. കരിമ്പനകളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. വടക്കഞ്ചേരിയിൽ നിന്ന് നമ്മൾ പൊള്ളാച്ചി പോകുന്ന റൂട്ടുണ്ടല്ലോ, നെന്മാറ പൊള്ളാച്ചി, ആ റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം എലവഞ്ചേരി എന്ന് പറയുന്ന ഒരു അടിപൊളി ഗ്രാമമുണ്ട്, അവിടേക്ക് എത്തിച്ചേരുകയാണ്. ഓൺ ദ വേ കുറച്ച് പരിപാടികളൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഇവിടെ നിർത്തിയതാണ്. ഇവിടെ ഒരു മലയുണ്ട്, ആ മലേനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. മലയുടെ പേര് വീഴ്മല എന്നാണ്. ഇതാണ് വീഴ്മല. വീഴ്മലയുടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, പണ്ട് ഹനുമാൻ മരുത്വാമലയുമായി പോയപ്പോൾ അതിൽ നിന്ന് ഒരു പീസ്, ചെറിയൊരു കഷ്ണം അടർന്ന് വീണ് അത് ഇവിടെ മലയായി മാറി. അതാണ് വീഴ്മല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ എലവഞ്ചേരിക്കാണ് പോകുന്നത്. എലവഞ്ചേരിയിൽ ഇതല്ല, ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. സമ്മാനം മേടിക്കാനായിട്ട് അവിടെ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് എലവഞ്ചേരിയുടെ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. നമസ്കാരമുണ്ട്, സുഖമല്ല എല്ലാവർക്കും? ഇത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടുത്തെ. നമ്മൾ ഈ ഒരു പൊള്ളാച്ചി റൂട്ടിലേക്ക് പോകുമ്പോൾ പേടിച്ചുകൂടാ, നമ്മളായിട്ടൊന്നും വലിയ കമ്പനിയില്ല. അത് വഴി മാറി തന്നെയാണല്ലേ. ഓക്കെ, അതുപൊളി, അടിപൊളി. താങ്ക് യു. ഇതാണ് ശരിക്കും ചെമ്മരിയാടാണ് സംഭവം. കൂട്ടത്തിൽ വലിയ കൊമ്പക്കുള്ള ഐറ്റംസിനെ കണ്ടോ? സ്ഥലത്തെ പ്രധാന പയ്യൻസാണ്. ഒരുപാട് കളിച്ചാൽ ചിലപ്പോൾ വിയറ്റ്നാം കോളനിയിൽ കയറിയ അവസ്ഥയാവാൻ സാധ്യതയുണ്ട്. ഒരു 3-4 പേരുണ്ട് നെഞ്ചും പിരിച്ച് മറ്റേ കൊമ്പൊക്കെ വളച്ച്. അച്ചോടാ, അവിടെ ഓടിക്കോ. രസമുള്ളൊരു, നമ്മൾ ഒരുപാട് നമുക്ക് സന്തോഷം തോന്നും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിയുമ്പോൾ. ഇതിൻ്റെ തന്നെ വേറെ ഓപ്പോസിറ്റ് ഏരിയ ആണിത്. അടുത്ത ഗ്രാമം, ചെമ്മരിയാടിൻ്റെ അടുത്ത ഗ്രാമം. അതൊരു ഗ്രാമം, ഇതൊരു ഗ്രാമം. ഇവിടെ വേറെ ഗ്രൂപ്പാണ്. ഇവിടെ പക്ഷേ ഈ കാർന്നോന്മാരായിട്ടുള്ള ആമ്പിള്ളേരൊന്നും അധികം കാണുന്നില്ല. അവരെല്ലാം ആ സൈഡിലാണ് ഇത്തവണ കേന്ദ്രീകരിച്ചേക്കുന്നത് തോന്നുന്നു. ഇവിടെ ഉണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട്, കുറേ കുഞ്ഞുങ്ങളും അമ്മമാരുമാണ്. അപ്പോൾ എന്തായാലും എലവഞ്ചേരിയുടെ കാഴ്ചകളാണ്, എലവഞ്ചേരിയിലേക്കുള്ള യാത്രയാണ് ഇത്. പൊള്ളാച്ചി റൂട്ടിൻ്റെ കാഴ്ചകളാണ്. നമുക്ക് മുന്നോട്ട് പോവാം, ഇനിയുണ്ട് ഒരുപാട് കാണാൻ. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, മതിലുകളില്ല സ്നേഹത്തേരാളി. ഇന്നടെ പൊടിപാറ്റയുടെ പൊടിപൂരമാണല്ലേ. ശരിക്കും എലവഞ്ചേരിയിൽ ഇന്ന് ഉത്സവമാണ്. സ്പോൺസർഡ് ബൈ സി കേരളം സൂപ്പർ ബമ്പർ. ഈ ആവേശം കണ്ടില്ലേ? ഇനി എനിക്ക് ആ ആവേശത്തിന്റെ നടുവിലാക്കിയാണ് വരേണ്ടത്. പൊടിപാട്ടിന്റെ പൊടിപൂരം നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. 25,000 രൂപ വരെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ കൂട്ടത്തിൽ ആർക്കൊക്കെയോ അത് കിട്ടും. 1000 മുതൽ എത്ര വരെ? ഈ സൈഡിൽ നിന്ന് ശബ്ദം കേൾക്കുന്നില്ല. എത്ര മുതൽ? എന്താ പരിപാടി? അയ്യോ, കഞ്ഞി കുടിക്കാത്ത പോലെ. അതുപോരാ, കുറച്ചുകൂടി പോരട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും കൂടി സൂപ്പർ ആവാൻ നമുക്ക് തുടങ്ങാൻ. ഇതിപ്പോ ശരിക്കും ഇവിടെ ഈ പാലക്കാടൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ വടക്കഞ്ചേരി എലവഞ്ചേരി ഒക്കെ വന്നിട്ട് വേല കാണാൻ പോയ പോലെയാ, നെന്മാറ വേലയ്ക്കൊക്കെ പറയണ പോലെ. അപ്പൊ എനിക്കൊരു തോന്നുന്നു, ഈ ഇടതുഭാഗത്ത് നിന്നും എനിക്കൊരു പാട്ട് വേണം, വലതുഭാഗത്തു നിന്നും ഒരു പാട്ട് വേണം, ഉത്സവം മൂടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നാടൻ പാട്ട് ആര് പാടും? ആതിര പാടും. ഓക്കെ, ഈ സൈഡിൽ ആര് പാടും? അബുവേട്ടനോ? അബുവേട്ടനും പാടും, അബൂബക്കറേട്ടനും പാടും. ഓക്കെ, നമുക്കെന്നാ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ആതിര തുടങ്ങിക്കോ. നട്ടുച്ചാ നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ
പോണോരും വരണോരും നോക്കണ പാറയ്ക്കും പോരിനിത് പോരെ കുണ്ടനടുള്ളില് നിക്കണതെന്തിനാ വീടും കൂടിയില്ലേ കള്ളക്കോളും കുട്ടികളും കൂടി കുറുങ്ങണ പോലൊരു വർത്താനം കുട്ടാടം പാടത്ത് കൂടി നാടും പണയും നടക്കുമ്പോ കാര്യങ്ങള് ചൊല്ലിയില്ലേ ഒരു 100 കൂട്ടം കാര്യങ്ങള് മിണ്ടിട്ടും പറഞ്ഞിട്ടും തീരത്ത കാര്യങ്ങൾ എന്താണ് അയ്യോ കരക്കാര് നോക്കുമ്പോ നാണം കൊണ്ടിട്ട് നിന്നൂടെ നട്ടുച്ചാ നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ പോണോരും വരണോരും നോക്കണ പാറയ്ക്കും പോരിനിത് പോരെ കുണ്ടനടുള്ളില് നിൽക്കണതെന്തിനാ വീടും കൂടിയില്ലേ കള്ളക്കോളും കുട്ടികളും കൂടി കുറുങ്ങണ പോലൊരു വർത്താനം. അടിപൊളി. അപ്പൊ ഇടത്തെ ഭാഗം കലക്കി അല്ലേ? ഇനി നമുക്ക് അടിപൊളി ആതിര തകർത്തു. ഇനി വലന്തലയാണ്. വലന്തലയിൽ എവിടെയാണ് അബൂബക്കറേട്ടൻ? പാടിക്കോ. ഇപ്പൊ നമ്മുടെ മണ്ണിന്റെ മണമുള്ള നമ്മുടെ സ്വന്തം കലാകാരൻ മണിച്ചേട്ടന്റെ ഒരു പാട്ടുണ്ട്. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞ് നീ പോയില്ലേടി എന്നും നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരം ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു കണ്ണ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. അടിപൊളി. സൂപ്പർ ബമ്പറിന്റെ ഉത്സവം കൂടിയേറുമ്പോൾ ഇവിടുത്തെ മെമ്പർ പ്രകാശ് ചേട്ടനെ ഞാനൊന്ന് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, നിങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് കേൾക്കുക, ഈ എലവഞ്ചേരിയുടെ പ്രത്യേകത അറിയുക. അതോടൊപ്പം തന്നെ നമുക്ക് ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ലോട്ട് എടുക്കണം. മെമ്പർ ആവുമ്പോൾ ലോട്ട് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ മെമ്പർ പ്ലീസ് കം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ അപ്പോൾ എലവഞ്ചേരിയുടെ മെമ്പറാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ നാട്ടുകാരുടെയും ഈ നാടിന്റെയും പ്രത്യേകതകൾ പറയണം. എന്താണ് എലവഞ്ചേരി, എന്തിനാണ് എലവഞ്ചേരി, എങ്ങനെയാണ് എലവഞ്ചേരി, എന്തൊക്കെയാണ് എലവഞ്ചേരി, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയണം. എലവഞ്ചേരി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എലവഞ്ചേരി കൊടുവാള് നല്ല മാർക്കറ്റായിരുന്നു. ഈ പക്ഷേ ഉണ്ടാക്കുന്ന സ്ഥലമാണ് എലവഞ്ചേരിയിലാണ് കൊടുവാൾ ഉണ്ടാക്കുന്നത്. അത് കേരളത്തിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ എലവഞ്ചേരിയിലാണ് കൊടുവാൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഈ കൊടുവാൾ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ എറണാകുളത്തേക്കൊക്കെ നമ്മൾ വെട്ടുകത്തി എന്ന് അങ്ങനെ തന്നെ. പറയുന്നത് നമ്മുടെ എറണാകുളം സൈഡിലെ ചാലക്കുടി സൈഡിലേക്കൊക്കെ ഒന്ന് കൊടുവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വാളായി അതന്നെ. ഓക്കെ, എന്നിട്ട് അടുത്തത് അതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ എലവഞ്ചേരിയിലാണ് PSC മുഖാന്തരം ജോലി കിട്ടിയിരിക്കുന്നത്. കുത്തിയിരുന്ന് പഠിക്കുകയാണല്ലേ. അതുപോലെ പിന്നെ ഇവിടെ കണ്ണിയാർകളി, പൊറാട്ട് നാടകം, അതിന്റെ ആശാൻ വരുന്ന ഒരു കേന്ദ്രവും കൂടിയാണ്. ഒരുപാട് നാടൻ കലാരൂപം. അതെ, കുന്നിൽ തന്നെ ഒരു അപ്പു ആശാൻ പറഞ്ഞ ഒരു പൊറാട്ടങ്ങളുടെ ആളുണ്ടായിരുന്നു. അയാൾ ഇപ്പം മരിച്ചു പോയിരിക്കുകയാണ്. അയാളാണ് ഇവിടുത്തെ പൊറാട്ടങ്ങളുടെ ശരിക്കുള്ള ആശാൻ. അപ്പൊ ഇവിടെ മെയിൻ ഉത്സവം എന്താണ് ഇതിനുമായി ബന്ധപ്പെട്ട്? ഇവിടെ ഉത്സവം വേലയുണ്ട്. അതേപോലെ വിഷു സംബന്ധിച്ച് പെരുങ്ങോട്ടാവിൽ 2-3 ദിവസം കണ്ണിയാർകളിയുണ്ട്. അതുപോലെ പിന്നെ വേലകളൊക്കെ ഉണ്ട്. ചുമ്മാ ആഘോഷിച്ച് അങ്ങോട്ട് നടക്കുകയാണ് എലവഞ്ചേരിക്കാരല്ലേ. ഓക്കെ, അടിപൊളി. അപ്പോ എന്തായാലും നമുക്കിനി ആദ്യത്തെ ചടങ്ങിലേക്ക് കിടക്കാം. എനിക്ക് ഇതിൽ നിന്ന് ഒരു ലോട്ട് എടുത്ത് തരണം. ഒരെണ്ണം മതി. ആദ്യം ഒരാൾക്കല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ മെമ്പർ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇതിലേക്ക് കിടന്നതിന് മുമ്പ് നാടകത്തിലുണ്ടായിരുന്നോ? ഇല്ല, നാടകത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വോയിസ് മോഡുലേഷനിൽ എവിടെയോ ഒരു കലാകാരൻ ഒളിഞ്ഞു കിടക്കുന്ന പോലെ. ഓക്കെ, നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പോ വീണ്ടും വീണ്ടും വിജയിക്കട്ടെ. എലവഞ്ചേരിയിൽ നീണാൾ വാഴട്ടെ. ഇന്ന് ഈ എലവഞ്ചേരിയിൽ സൂപ്പർ ബമ്പർ പൊടി പാറ്റുമ്പോ ആദ്യം തന്നെ ആരാണ് മത്സരിക്കാൻ വരുന്നത് എന്ന് നമുക്ക് അറിയണം അല്ലേ? ആരാണ് ആദ്യം മത്സരിക്കാൻ പോകുന്നത്? അത് ജിന്നി പ്രകാശൻ. ആരാണ്? നമസ്കാരം ജിന്നി. നമസ്കാരം. ജിന്നി എന്ത് ചെയ്യുന്നു?
ഞാനിപ്പോ PSC കോച്ചിങ് അത് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ വെറുതെ ഇവിടെ ഇപ്പൊ നിലവിൽ നിൽക്കുന്നതില് PSCക്ക് പഠിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൈവക്കേ. എന്റെടാവേ, ഇമാതിരി PSCക്കാരോ ഇക്കണക്കിന് നമ്മുടെ സർക്കാർ ഓഫീസൊക്കെ ഇവിടെ തുടങ്ങേണ്ടി വരുമോ? ഓക്കെ, ജിന്നി അപ്പോ എന്ത് കോഴ്സാ കഴിഞ്ഞത്, കംപ്ലീറ്റ് ചെയ്തത്? ഞാൻ BCom ഫിനാൻസ് കഴിഞ്ഞു. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നോ BCom-ൽ? കഷ്ടിച്ച് ജയിച്ചു. എന്നാലും കുഴപ്പമില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ, അനിയത്തി, അച്ഛമ്മ. അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു തീവണ്ടി പോണ പോലെ ഇങ്ങനെ പോയിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? PSC മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ഇഷ്ടങ്ങളുള്ള ആഗ്രഹങ്ങൾ? അങ്ങനെയൊന്നുമില്ല, വീട്ടുകാരെ നന്നായി നോക്കണം, നല്ല അതൊരു വലിയ ആഗ്രഹമല്ലേ, കാര്യമാണോ? സ്വന്തം വീട്ടുകാരെ നന്നായി നോക്കാന്ന് പറയുന്ന ഒരു വലിയ ആഗ്രഹം തന്നെയാണ്. അതിനേക്കുള്ള പടവുകളാണിത്. ഇന്ന് ഇവിടെ നിന്ന് നമുക്കും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ, നന്നായി മത്സരിക്കാൻ പറ്റട്ടെ. റെഡി? തുടങ്ങാം നമുക്ക്. അപ്പോ ആദ്യത്തെ മത്സരത്തിൽ ജിനി ഇവിടെ റെഡിയാണ്. ഇനി ജിനി ഒരു കാര്യം, ഇപ്പൊ ലോട്ട് എടുത്തത് എന്റെ അച്ഛനാണ്. അത് ശരി, അച്ഛാ അവിടെ നിപ്പുണ്ടായോ? അത് ശരി, അതെന്തായാലും ഒരു കോയിൻസിഡൻസ് ആണ്. നമ്മുടെ എപ്പിസോഡിലെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സംഭവം. അതെന്തായാലും നന്നായി. അപ്പോ മെമ്പറുടെ മകളാണ്, അതുകൊണ്ട് ഇതിലെ നടന്നു പോകുമ്പോൾ കൂട്ടുകാരന്മാർക്ക് മെമ്പറിന്റെ മോള് എന്ന് പറയാറുണ്ടോ? അങ്ങനെ പറയാറില്ല. ഇനി മുതൽ പറയണം കേട്ടോ. ഒന്ന് പറഞ്ഞേ. സി കേരളം സൂപ്പർ ബമ്പറിൽ എ ഷോർട്ട് ബ്രേക്ക്. അപ്പോ നമ്മൾ മത്സരങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നിയമങ്ങൾ ഉണ്ട് എന്നുള്ളത് കുറേ പേർക്ക് അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞവർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങളൊക്കെ ഒന്നുകൂടി പെട്ടെന്ന് ശ്രദ്ധിച്ചോ. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. എന്തായാലും നമുക്ക് ജിനിക്കുള്ള ആദ്യത്തെ മത്സരം ഏതാണെന്ന് നോക്കാം. ജിന്നി, അപ്പോ നമ്മുടെ മുമ്പിൽ 2 പെട്ടികൾ വന്നിരിക്കുകയാണ്. ഇതാണ് പണപ്പെട്ടി. അതാണ്. ഓക്കെ, ഇതാണ് കളിപ്പെട്ടി. അല്ല, പണിപ്പെട്ടി എന്നാ ഞങ്ങള് പറയാറ്. കാരണം അതിൽ നിറച്ചും പണിയായിരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് തുറക്കുമ്പോ ഒരു ഭൂതം വരികയാണെന്ന് വിചാരിക്കാം പെട്ടെന്ന്. ഭൂതം. ആ ഭൂതത്തിനോട് നമുക്ക് എന്താഗ്രഹം ചോദിക്കാം. 25000 രൂപ ചോദിക്കരുത്, നമ്മൾ കളിച്ച് നേടണം. അല്ലാണ്ട് 25000 രൂപ സിമ്പിൾ ആയിട്ട് പറ്റൂല. വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോ ഭൂതമേ എന്റെ അച്ഛൻ മെമ്പറിനെ അടുത്തവണ മെമ്പർ ആക്കല്ലേ എന്നൊക്കെയാണ് പ്രാർത്ഥന. അങ്ങനെ എന്തെങ്കിലും ഭൂതത്തിനോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക? എനിക്ക് ഇത്തിരി ഹൈറ്റ് കുറവാണെന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് ഇട്ടിരുന്നെങ്കിൽ സന്തോഷമായി. ഈ പണ്ടുള്ള കാർന്നോമാര് പറയും കുതിരക്ക് കൊമ്പ് കൊടുക്കൂലെന്ന്. അങ്ങനെ കരുതിയാ മതി. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷ്. ഇന്ന് ഈ ഷോയില് ഒരു 25000 അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ ജിനി? ആരാ അല്ലേ? ആരാന്നോ? ഓക്കെ, അപ്പൊ അത്തരം ടെൻഷൻസ് ഒന്നും വേണ്ട, ഉഷാറാവട്ടെ. നമുക്ക് ആദ്യത്തെ പണിയെടുക്കാം. അപ്പൊ എല്ലാവരും ആഞ്ഞു പ്രാർത്ഥിച്ചോ. ഇത് തുറക്കുമ്പോ ഭൂതമല്ല വരാൻ പോകുന്നത്, ഒരു പണിയാണ്. എന്താന്ന് വെച്ചെടുത്തോ. വായിക്കാം അല്ലേ? ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പണി കൊടുക്കാം അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ഇത് മെമ്പറുടെ മോൾക്ക് കിട്ടേണ്ട ഗെയിം തന്നെയാ. ഈ ഗെയിമിന്റെ പേരാണ് ഒളിയമ്പ്. ഒന്നുമില്ല, നമ്മള് ഒരു ഈ പുലിമുരുകൻ കണ്ടല്ലേ?
പുലിമുരുകനിൽ ലാലേട്ടൻ തല്ലാൻ വരുമ്പോ മറ്റവന്മാരിങ്ങനെ ഊതി അമ്പയിക്കണ ഒരു പരിപാടി ഉണ്ടോ? ഒരു സാധനം ഈ ചൈനീസ് സിനിമകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞ പരിപാടി. അതുപോലെ നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴല് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ചെറിയ അമ്പ് വെച്ച് തരും. ഊതുക, ആഞ്ഞൂതുക. അപ്പൊ ആ അമ്പ് പോയിട്ട് ബോർഡിൽ തറയ്ക്കും. ആ ബോർഡിൽ എത്ര അമ്പുകൾ തറയ്ക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ ജയിക്കുക. റെഡി? ആള് റെഡിയാണ്. അപ്പൊ ജിനി റെഡിയാണ്, നിങ്ങൾ റെഡിയല്ലേ? നാങ്ക റെഡി, നീങ്ക റെഡിയാ? അപ്പൊ തുടങ്ങുന്നു ഒളി അമ്പ്. ജിനി ദേ അമ്പും വില്ലില്ല അമ്പുണ്ട് അല്ലേ? പിന്നെ ഊതാനുള്ള സംഭവം ഉണ്ട്. ഇപ്പൊ ശരിക്കും ഉണ്ണിയാർച്ചയായി അല്ലേ? അപ്പൊ ഉണ്ണിയാർച്ചയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ ഉന്നം കൊള്ളിക്കേണ്ട ബോർഡ്. 120 സെക്കൻഡ് സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് ജിനിക്ക്. 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 മിനിറ്റായി. 120 സെക്കൻഡിനുള്ളിൽ 12 എണ്ണം. അപ്പോൾ കറക്റ്റ് 10 സെക്കൻഡ് ഒരെണ്ണം. പിന്നെ അതിൽ കൊണ്ടു കഴിഞ്ഞാൽ ചിലതിങ്ങനെ താഴേക്ക് വീണ് തൂങ്ങാൻ സാധ്യതയുണ്ട്, തൂങ്ങിക്കിടങ്ങും. അങ്ങനെ പറ്റില്ല, അത് സ്ട്രൈറ്റ് ആയിട്ട് തറച്ച് നിൽക്കുന്ന രീതിയിൽ വേണം. പിന്നെ ആ പിറകിൽ നിൽക്കുന്ന ഒറ്റൊരുത്തിനെ ഉന്നം വെച്ചേക്കരുത് കേട്ടോ. അതൊരു പ്രത്യേക അഭ്യർത്ഥനയാണ്. അവർ കണ്ട ഈ കിട്ടുന്ന സമ്മാനത്തിന് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഒരു നല്ല കൈഡി എടുത്ത് ജിനിക്ക്. ആദ്യത്തെ മത്സരമാണ് നമ്മളിവിടെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. അത് ആടി, അത് പറ്റില്ല. അടുത്തത് പോരട്ടെ. അതല്ലേ, ടെൻഷൻ വേണ്ട, സമയമുണ്ട്, കൈയൊന്നും വിറയ്ക്കണ്ട, കിട്ടും. അയ്യോ അയ്യോ പാവം എന്ന് ഞാൻ പറയേണ്ടി വരുമോ? മുകളിലേക്ക് എന്ന് വെച്ചാൽ അവരുടെ മുകളിലേക്കല്ല. ടെൻഷൻ വേണ്ട, സമയമുണ്ട്, നമുക്ക് കിട്ടും. ചെയ്ത പോലെ ചെയ്താൽ മതി, കുറച്ചുകൂടി ഫോഴ്സിൽ ചെയ്താൽ മതി എന്നുള്ളൂ. ഒന്ന്, അത്രേ ഉള്ളൂ. സംഭവം മനസ്സിലായില്ലേ? അടുത്ത പോലത്തെ രണ്ടാമത്തെ അവിടെ പോയി തറച്ചു കിട്ടെ. ഇന്ത്യ വിട്ട റോക്കറ്റ് പോലെ ആയാലും അത് ദേ പൂനടുത്തത്, അത് അവിടെ തറച്ചു തന്നു. കിട്ടും. പേടിക്കണ്ട, ടെൻഷൻ ഒന്നും വേണ്ട, കിട്ടും. സമയമുണ്ട് നമുക്ക്. അത് തൂങ്ങി. രണ്ട്. ഒന്ന് കൈയടിച്ചേ. 3. അയ്യോ, അതും തൂങ്ങിക്കിടന്നാടിയല്ലോ. 2 എണ്ണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നിൽക്കുന്നത്. അതും കുറച്ച് താഴേക്ക് വിട്ടു. അതന്നെ, അതാ പറഞ്ഞ. അപ്പൊ കിട്ടും. ഇപ്പൊ 3 എണ്ണം ആയില്ലേ? സാരില്ല, 3 എണ്ണം അവിടെ ഉണ്ട്. കുറച്ചും കൂടി. ടെൻഷൻ വേണ്ട. പോരട്ടെ. ഒരു കയ്യടിയൊക്കെ കൊടുത്തേ നിങ്ങൾ ഇങ്ങനെ. പോരട്ടെ. കൈയടിക്ക്. ഒന്ന് കൈയടിച്ചേ. 6. ആ ഏരിയ തന്നെ കൊടുത്തോ കേട്ടോ. ഇപ്പൊ എത്ര? 1 2 3 4 5 6 7 8 9 10 എണ്ണം ആയിട്ടുണ്ട്. ഒന്ന് കൈയടിച്ചേ. 10 എണ്ണം ആയിട്ടുണ്ട് കേട്ടോ ആളുടെ. ആ സെന്റർ തന്നെ ആ ഏരിയയിൽ കൊടുത്തേ. ഇനി ഒരെണ്ണം കൂടി. അവസാന നിമിഷങ്ങളാണ്. ഒരെണ്ണം കൂടി കൊള്ളിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് കൈയടിച്ചേ. ബ്രീത്ത് എടുത്ത് വിട്ടേ. 1 2 3 4 5 6 7 8 9 10 11 12 ഉണ്ട്. പക്ഷെ പലതും ഇങ്ങനെ ഞാൻ അവിടെ കയറണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണല്ലോ അമ്പുകൾ അവിടെ ഇരിക്കുന്നത്. ശരിയില്ല കേട്ടോ, ആ ബോർഡ് തീരെ. അത് ശരി, ഞാൻ കണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ പറയായിരുന്നു പിച്ച് ശരിയല്ല, ബാറ്റ് ശരിയല്ല എന്നൊക്കെ പറയുമായിരുന്നു. എന്തായാലും 12 എണ്ണം ആളവിടെ തറച്ചു നിർത്തിയിട്ടുണ്ട്. എന്താ വേണ്ടേ? മുന്നോട്ട് കടത്തി വിട്ടാലോ? റെഡിയല്ലേ? അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, 1000 രൂപ ജിനി സ്വന്തമാക്കിയിരിക്കുന്ന ഒരു കൈയ്യടി. ജിനി പ്രകാശിന്റെ മുഖത്ത് ഇപ്പൊ ചെറിയ പ്രകാശമൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഉണ്ണിയാർച്ച അമ്പ ചെയ്ത് 1000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്രകാശിന്റെ മനസ്സിൽ ലഡ് പൊട്ടിയോ? ഓക്കെ, 1000 രൂപ കൊടുത്താലോ കൈയോടെ? റെഡി? അപ്പോ ഇതിലെന്തോരം 100 നോട്ടാ, അതൊക്കെ എണ്ണിത്തിട്ടം വരുമ്പോൾ സമയം പോകും. 500 എടുത്തിട്ടുണ്ട്. പെടപ്പെട്ടൊക്കെ 500 നോട്ടുകൾ. 1000 രൂപ, ഒന്നും നോക്കാനില്ല. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഇനി നമുക്ക് അടുത്ത 2000ന്റെ ഗെയിം എടുക്കണം. ഈ 2000 രൂപ കയ്യിൽ കിട്ടുന്ന രൂപയല്ല, 3000ത്തിലേക്കുള്ള എൻട്രിയാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ? അതിനു മുമ്പേ ഈ കണ്ടു നിൽക്കുന്നവർക്ക് ഒരു സന്തോഷമാവാനായിട്ട് ഒരു സമ്മാനം ഇവർക്ക് കൊടുത്താലോ?
ഒരു 500 രൂപ അത് കൊടുക്കട്ടെ. അല്ല കേട്ടോ, ടെൻഷനൊന്നും വേണ്ട. വേറെ സമ്മാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. കുസൃതി ചോദ്യം PSC ടെസ്റ്റ് എഴുതുന്നവരോട് ജനറൽ നോളജ് ചോദിച്ചാൽ പെട്ടുപോകും ഞാൻ. അതുകൊണ്ട് കുസൃതി ചോദ്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഒരു കുസൃതി ചോദ്യമാണ്. അറിയുന്ന ആൾക്കാർ കൈപൊക്കുക. എല്ലാ ഉത്തരം വിളിച്ച് പറയരുത്, കാരണം എല്ലാവരും കൂടി ഉത്തരം പറഞ്ഞാൽ ഞാൻ പെട്ടുപോകും. ആർക്ക് സമ്മാനം കൊടുക്കും? വീട്ടമ്മമാരോട് ചോദിക്കാവുന്ന ഒരു ചോദ്യം ചോദിക്കാം, ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടും. വീട്ടമ്മമാർ മാത്രമല്ല, ഇതാ ആർക്കും പറയാവുന്നതാണ്. ചോദിക്കട്ടെ? ഇപ്പൊ ഓക്കെ. ജിനി ഉത്തരം പറയരുത് കേട്ടാ. പൊട്ടിച്ചു കഴിഞ്ഞാലേ ഉപയോഗമുള്ള ഒരു സാധനം. ദേ കൈവക്കി ഒന്ന് തരൂ. ഒന്ന് ഫസ്റ്റ് കൈവക്കി കണ്ടതാണ്. ഒന്ന് ഉത്തരം പറയൂ. കടുക് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതല്ല, കുറച്ചും കൂടി നല്ല സാധനമുണ്ട്. ഇത് പൊട്ടി തകർന്നു പോയാൽ അറിയാം. ഇവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ട്, പുള്ളി എന്നെ മാടി വിളിക്കുകയാണ്. ഒന്ന് ഫ്രണ്ടിലേക്ക് വരൂ. എന്താ പേര്? തേങ്ങ. നല്ല ഉത്തരവാണ്. ഒരു സമ്മാനം ഇങ്ങോട്ട് പോരട്ടെ. ഞാൻ വേറൊരു സത്യം പറയട്ടെ, എന്റെ ഉത്തരം മുട്ടാന്നുള്ളായിരുന്നു. പക്ഷെ തേങ്ങയും റൈറ്റ് ആൻസർ ആണ്. സമ്മാനം എടുത്തോ? തേങ്ങ നിത്യോപയോഗ സാധനമാണ്. നമുക്ക് തേങ്ങ പൊട്ടിച്ചാലേ ഈ സാധനം തിരക്കിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മുട്ടനേക്കാൾ യഥാർത്ഥ ഉത്തരം തേങ്ങയാണെന്നാണ് പറയുന്നത്. ആരെങ്കിലും കൊളസ്ട്രോൾ ഉപയോഗിക്കുവോ? അതാണ്, അത് ഉപയോഗിക്കില്ല. അതാണ് തേങ്ങയും വെളിച്ചെണ്ണ കൊളസ്ട്രോൾ വരുത്തും. കൊളസ്ട്രോൾ ഇല്ല, തേങ്ങയില്ലാണ്ട് വീട്ടിലൊരു ആഹാരം വെക്കാൻ പറ്റില്ല. അതാണ് സംസാരിച്ച പ്രശ്നം. അവ കൊടുക്കട്ടെ. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സമ്മാനങ്ങളൊക്കെ തരാം. തൽക്കാലം നമുക്ക് ജിനിയിലേക്ക് തിരിച്ചെത്താം. പാവം ഇവിടെ അടുത്ത മത്സരം എന്താണാവോ എന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇതിന്ന് ഒരു ഗെയിം എടുത്തോ. നടുക്കുന്നെടുത്ത നല്ല പണിയായിരിക്കും പറയുന്നേ. ഇവര് പറയണതൊക്കെ കേൾക്കും എന്റെ ജിനി. ഇവരുടെ കാര്യം അവര് പറയണതാണ് കേൾക്കേണ്ടത്. അതാണ് നാട്ടുകാർക്ക് ഒരു ഇപ്പൊ 1000 കിട്ടിയല്ലോ, എന്താ കൊടുക്ക? എത്ര രൂപ കൊടുക്കും അവർക്ക്? നാട്ടുകാരാണല്ലോ, എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ തികയില്ല. അതുകൊണ്ട് ആർക്കും കൊടുക്കണം. അതാണ് ബുദ്ധിമതി. അപ്പോ ജിനിയുടെ അടുത്ത മത്സരം 2000ന്റെ റൗണ്ട്, അതായത് 3000ലേക്കുള്ള എൻട്രി റൗണ്ടിന്റെ മത്സരം എന്ന് പറയുന്നത് മമ്മി റിട്ടേൺസ്. സംഭവം ഒരു പിരമിഡ് ഉണ്ടാക്കലാണ്. നമ്മള് ജിനിക്ക് ഒരു ശരീരത്തിൽ ഒരു പ്ലേറ്റ് ഇതുപോലത്തെ ഒരു പലക ഫിറ്റ് ചെയ്ത് തരും. ഓക്കെ, അതിന്റെ മുകളിൽ പിരമിഡ് വീഴാതെ ബാലൻസ് ചെയ്ത് പിരമിഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗെയിം. ഈ ചീട്ടുകൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ടോ? വീട്ടില് ചീട്ടുകളില്ലല്ലേ? ഉണ്ടായിരുന്നു, അമ്മ കളിക്കുന്നു, ഞങ്ങൾ എല്ലാരും കൂടെ കളിക്കുന്നു. പക്ഷെ പിരമിഡ് ഇതുവരെ ഉണ്ടാക്കിയുള്ള അമ്മ എടുത്ത് അടുപ്പിലിട്ട്. പിന്നെ അതിന് ശേഷം കളിച്ചിട്ടില്ല. അമ്മ എവിടെ ഉണ്ടാ? ഇല്ല, അമ്മ വന്നിട്ടില്ല. നന്നായി. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് അതിന് പകരം വിട്ട് നമുക്ക് പിരമിഡ് ഉണ്ടാക്കാം. റെഡി? അപ്പോ ഗെയിം റെഡി. മമ്മി റിട്ടേൺസ്. സി കേരളം സൂപ്പർ ബമ്പറിൽ ജിനി അടുത്ത മത്സരത്തിന് റെഡി ആയിരിക്കുന്നു. 2000 റൗണ്ട്, 2000 രൂപ കിട്ടുന്ന റൗണ്ട് അല്ല, 2000ന്റെ റൗണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് 3000 രൂപയിലേക്കുള്ള എൻട്രി. ജിനിയുടെ ഈ നിൽപ്പ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഏഞ്ചി മിഠായി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പോലെയാണ്. ഉഷാറാക്കണം ഗെയിം. ഉഷാറല്ലേ? ജിനി ഉഷാറാണ്. ഓക്കെ, അവിടെ വൈൻ ഗ്ലാസ്സുകൾ ഇരിപ്പുണ്ട്. ഒപ്പം പല വർണ്ണത്തിലുള്ള ബോളുകളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ തട്ടിലേക്ക് 3 പിരമിഡ് ഉണ്ടാക്കണം. ആ ഗ്ലാസ്, ഒരു ഗ്ലാസ്, അതിന്റെ മുകളിൽ ബോൾ, വീണ്ടും ഒരു ഗ്ലാസ്, ഒരു ബോൾ, അപ്പോൾ ഒരു പിരമിഡായി. അങ്ങനെ 3 എണ്ണം ഉണ്ടാക്കണം. നമ്മൾ 100 സെക്കൻഡ് സമയം തരുന്നുണ്ട്. 100 സെക്കൻഡ് സമയമെടുത്ത് ചെയ്താൽ മതി. ടെൻഷൻ വേണ്ട, ധൃതി വേണ്ട. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു. ജിനിയുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. ഒന്ന് നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിച്ച ജിനിനെ. പോരട്ടെ. വെരി സിമ്പിൾ. ഓക്കെ, വളരെ ബുദ്ധിപരമായിട്ട് ആള് ആദ്യം താഴത്തെ തട്ട് മൊത്തം സെറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അതിന്റെ മുകളിലോട്ട് പോകുമ്പോഴാണല്ലോ പണി പാളുന്നത്. ഓക്കെ, നന്നായിട്ട് കൈയടിച്ച് ഇതിപ്പോ സെറ്റപ്പ്. അടിപൊളി. 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിൽ വെക്കുന്നത് വളരെ സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, അത് വീഴാതെ നോക്കണം. കണ്ട അത് ഫ്രണ്ടിലേക്ക് കുറച്ച് ആഞ്ഞായിരിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് ഫസ്റ്റ് പിരമിഡ് റെഡി ആയിട്ടോ? കൈയടി കൊടുത്തേ. രണ്ടാമത്തെ പിരമിഡിലേക്ക് ജിനി കടന്നിരിക്കുകയാണ്. രണ്ടാമത്തെ പിരമിഡും റെഡി. അതിപ്പോ വീഴും പയ്യെ. 50 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മൊത്തം പോയി. ടെൻഷൻ വേണ്ട. കൂൾ. കിട്ടും.
ഓക്കെ. ഇവിടെ 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 അപ്പോൾ രണ്ട് പിരമിഡ് കഴിഞ്ഞു. ഇനി പയ്യെ ചെയ്താൽ മതി. അവസാന നിമിഷങ്ങളാണ്. മൂന്നാമത്തെ പിരമിഡാണ്. ഒരു ബോൾ അതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ പിരമിഡും റെഡിയായി കഴിഞ്ഞു. 3 പിരമിഡും സിമ്പിളായി ചെയ്തിരിക്കുന്നു. നല്ലൊരു കൈ കൊടുത്തേ ജിനിക്ക്. പോരട്ടെ, കൈയ്യടി പോരട്ടെ. ഒപ്പം ജിനി 3000ന്റെ റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. ജിനി 3000ന്റെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഗെയിം നമുക്ക് ഉഷാറാക്കണം. അതിനു മുമ്പ് എല്ലാവർക്കും ഒരു ചെറിയ റെസ്റ്റിനുള്ള സമയമാണ്. സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അതിൽ മത്സരങ്ങൾ സൂപ്പറായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജിനി അങ്ങനെ 2000ന്റെ റൗണ്ടും കടന്ന് 3000ന്റെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പൊ എനിക്ക് കാശ് തരാൻ പറ്റൂല, കാരണം 3000 രൂപ അവിടെ തരാൻ പറ്റുള്ളൂ. പക്ഷെ ഗെയിം തരാം, പണി തരാം. ഇതിന്ന് ഒരു ഗെയിം എടുത്തോ. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. അവിടെ നിന്നും ഓക്കെ അടിച്ചിട്ടുണ്ട്. ഗെയിം നോക്കാം. ഇത് ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് ചാവുന്ന തോന്നണേ. ഗെയിമിന്റെ പേര് അങ്ങനെ തന്നെ വേണം. ഗെയിമിന്റെ പേര് ചിരിക്കരണ്ടി എന്നാണ്. ഗെയിം എന്താണെന്ന് അറിയാമോ? ഒരു ഗ്ലാസിന്റെ മുകളിൽ ബോള്, നമ്മൾ സ്മൈലുള്ള ബോൾ ഉണ്ടല്ലോ, സ്മൈലീസ്, ആ ബോൾ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് ചിരിക്കരണ്ടി എന്നാണ് പേര് വന്നത്. കരണ്ടി നമ്മൾ തരും. അപ്പൊ അത് കടിച്ചു വെച്ചിട്ട് അതിങ്ങനെ കോരി എടുക്കണം. ഇവര് ചിരിച്ചിരിച്ച് ചാവും. അവര് നോക്കിയെടുത്തത് അത്. റെഡി? അപ്പോ ജിനി എന്തായാലും 3000 രൂപ കിട്ടും എന്നുറപ്പുള്ള ആ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചിരിച്ചിരിച്ചിരിച്ച് ചാവാം. ഗെയിമിന്റെ പേര് ചിരിക്കരണ്ടി. ജിനി കരണ്ടിയൊക്കെ പിടിച്ച് റെഡിയാണ്. ഐ മീൻ സ്പൂൺ പിടിച്ച് റെഡിയാണ്. ബോൾ ഇവിടെ ഉണ്ട്. ഈ ബോൾ ഒരെണ്ണെടുത്ത് ഇവിടെ വെക്കുക. അതിൽ നിന്ന് സ്പൂണിൽ കോരി എടുക്കുക, അവിടെ കൊണ്ടിടുക. പറയുമ്പോൾ എത്ര സിമ്പിൾ ആണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഗെയിം അത്ര സിമ്പിൾ അല്ല, അല്ലേ? ഒട്ടും സിമ്പിൾ അല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാം. 2 ബോൾ അപ്പുറത്ത് എത്തിച്ചാൽ മതി. ഇവിടുന്ന് ഒന്നേ കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയരുത്, നമ്മൾ ശ്രമിക്കണം, അല്ലേ? അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നന്നായിട്ട് കൈയടി ചെയ്തു. ഇത്തിരി ടഫ് ഗെയിമാണ്. അപ്പോൾ ജിനിക്ക് നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് വേണ്ടത്. ആ പ്രോത്സാഹനം ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ജിനി പയ്യെ ശ്രമിച്ചു. അത് പോട്ടെ. നമുക്ക് അടുത്ത ബോൾ എടുക്കാം. അവിടെ ഇഷ്ടം പോലെ ബോൾ. അടുത്ത ബോൾ. സമയം കളയണ്ട. ബോൾ അടുത്ത് കൊണ്ടെന്ന് വെച്ചിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. 2 ബോളാണ് നമ്മൾ അപ്പുറത്ത് എത്തിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയമുള്ളൂ. ഇത് 3ാമത്തെ റൗണ്ടാണ്. പോട്ടെ. മെല്ലെ 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 മുഖപടത്തിൽ 20 സെക്കൻഡ് കഴിച്ചിട്ടാ. ഞാൻ പാട്ടും പാടിക്കാൻ പോണ്. റെഡി? ഒന്ന് നന്നായിട്ട് കൈയടിച്ച് നിങ്ങളൊന്ന് അപ്പൊക്കെ പറഞ്ഞ് എന്നിട്ട് അങ്ങനെ ചെയ്യിച്ചിനി ഇങ്ങനെ ചെയ്യിച്ചിനി എന്നൊക്കെ പറഞ്ഞു. ജിനി ശ്രമിച്ചു നോക്കട്ടെ. ജിനി ശ്രമിച്ചുകൊണ്ടേയിരിക്കട്ടെ. അതാണ്. ആ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. നിങ്ങളല്ലേ നേരത്തെ അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ പറഞ്ഞത്. സൈഡിൽ നിന്ന് എടുത്തു നോക്കി. സൈഡിൽ നിന്ന് 50 സെക്കൻഡ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കോരി എടുക്കാൻ പറ്റുന്ന. ഇത് തള്ളിയിടാണ് ശരിക്കും ജിനി. ആ ബോള് സ്പൂൺ കൊണ്ട് അങ്ങോട്ട് തള്ളിയിടാ ചെയ്യുന്ന ജിനി. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കോരി എടുക്കാൻ പറ്റും നോക്കി. എൻ്റെ ഒരു ഐഡിയ ആണ്, എനിക്ക് അറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല രമണ. ഈ ബോണിന്റെ സൈഡ് കൊണ്ടൊന്ന് കോരി എടുക്കാൻ പറ്റും. പോരട്ടെ. അങ്ങനെ തന്നെ. അത് തന്നെ. അങ്ങനെ തന്നെ. ഇന്നിന് വീട്ടിൽ പോയിട്ട് കഞ്ഞി കുടിക്കാൻ സ്പൂൺ എടുത്തോണ്ട് വീക്കാൻ വഴിയുണ്ട്. പ്രകാശേട്ടാ, ഇന്ന് കഞ്ഞി കൊടുക്കണ്ടാ, സ്പൂണേ കൈ കൊടുക്കണ്ടാട്ടോ. കൗണ്ട് ഡൗണുള്ള സമയമായിട്ടുണ്ട്. വളരെ ദയനീയ തോറ്റെന്ന് തോന്നണേ. നാളത്തെ പത്രത്തിലടിക്കാം. പൊരുത്തി തോറ്റു. ഓക്കെ, യുവർ ടൈം. ഞാൻ കൗണ്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കൗണ്ട് ചെയ്യില്ലേ? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നല്ലൊരു കൈയ്യടി കൊടുത്തേ ജിനിക്ക്. 1000 രൂപ സ്വന്തമാക്കിക്കൊണ്ടാണ് ജിനി ഇവിടെ നിന്ന് പോകുന്നത്. 3000 റൗണ്ട് നല്ല ടഫ് മത്സരമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാശ് കൂടുന്തോറും സമയവും കൂടും, ഗെയിമിന്റെ കാഠിന്യവും കൂടും. അതാണ് നമ്മുടെ ഒരു രീതി. ഓക്കെ, ഒപ്പം നമ്മൾ ഒരു ഗിഫ്റ്റും കൂടി തരുന്നുണ്ട്. ജിനി പ്രകാശൻ ഗംഭീരമായിട്ട് മത്സരിച്ചു. മുഖത്തെ പ്രകാശമൊന്നും കുറയ്ക്കണ്ട. ഇത് മത്സരം മാത്രമാണ്. നമ്മൾ മുന്നോട്ട് പോകുന്നു. 1000 രൂപ കിട്ടിയിട്ടുണ്ട്. ഒപ്പം വെറും കൈയോടുകൂടി നമ്മൾ വിടുന്നില്ല.
ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. നല്ലൊരു കൈഡി കൊടുത്തേ. ഒപ്പം ഐസ്ക്രീം ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ കാരവൻ ഐസ്ക്രീം പാർലർ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ഐസ്ക്രീം ആണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അവർ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ഓക്കെ, സന്തോഷമായില്ലേ? ബികോം കഴിഞ്ഞിട്ട് എംകോമിന് പോവാതെ ഈ PSC പഠിക്കാനുള്ള കാരണം ഈ നാട്ടിൽ PSCനോട് എന്തത്ര സംഭവം? ഞാൻ MBA എൻട്രൻസ് എഴുതിയിരുന്നു. MBA എൻട്രൻസ് എഴുതിയതാണ്? എഴുതിയിട്ട് കോളേജിൽ നിന്ന് പുറത്തുനിന്നാണ് വിളിച്ചത്. അച്ഛൻ പറഞ്ഞു ഒരിക്കലും പോണ്ട, ഇവിടെയുള്ളവര് PSC ആണ്, അത് പഠിച്ചിട്ട് കിട്ടണ ജോലി മതി. ഈ നാട്ടിലെല്ലാവരും PSC എഴുതും, അതാണ്. അമ്മ പറഞ്ഞു പറ്റോ പഠിച്ചോ, ലോൺ എടുത്തിട്ടായാലും പഠിപ്പിക്കാം. അച്ഛൻ പറഞ്ഞു വേണ്ട, എലവഞ്ചേരി ഉള്ളവര് PSC എഴുതിയാ മതി. ഇതൊരു സിനിമയ്ക്കുള്ള വകുപ്പുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PSC മാത്രം എഴുതുന്ന ഒരു ഗ്രാമം, അത് പൊളിച്ചു. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്, എല്ലാം ഉഷാറാവട്ടെ. ടാറ്റ. നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. സി കേരളം സൂപ്പർ ബമ്പറിൽ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി പോയിരിക്കുകയാണ്. കുഴപ്പമില്ല, നമ്മൾ അടുത്ത മത്സരാർത്ഥിയെ ഇനി ഇങ്ങോട്ടേക്ക് ഉടനെ തന്നെ ക്ഷണിക്കുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ലോട്ട് ഇവിടെ റെഡി ആയതുകൊണ്ട് അതെടുത്തേക്കാം. എടുക്കട്ടെ, ലോട്ട് എടുക്കട്ടെ. അടുത്ത ആൾ ആരാണെന്ന് നോക്കാം നമുക്ക്. അടിപൊളിയായിരിക്കണേ. അടുത്തത് ലിറ്റിയാണ്. ലിറ്റി ആരാണ്? ലിറ്റി. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ. അപ്പോ നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥി ഇവിടെ എത്തിയിരിക്കുന്നു. ലിറ്റി, നമസ്കാരം. വെൽക്കം ടു സൂപ്പർ ബമ്പർ. ഓക്കെ, ലിറ്റി എന്താ ചെയ്യുന്നത്? ഞാനിവിടെ എഴുത്തച്ഛൻ ലോ കോളേജില് 4th ഇയർ LLBക്ക് പഠിക്കും. വക്കീലാണ് അടുത്ത. അപ്പൊ ഉടനെ വക്കീലാണ്. 4th ഇയർ ആണ്. ഒരു വർഷം കൂടി ഉണ്ട്. അപ്പൊ ഉടനെ ആവില്ല. ഒരു വർഷം കാത്തിരിക്കണം. എന്ത് പറ്റി എലവഞ്ചേരി PSC എഴുതാണ്ട് വക്കീൽ ഭാഗത്തിന് പഠിക്കാൻ പോയത്? ഞാൻ എലവഞ്ചേരിക്കാരി അല്ല. അതാണ് കാര്യം. ശരിക്കും അപ്പൊ സ്ഥലം എവിടെയാ? ഞാൻ ആനപ്രേമികളുടെ നാടായ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഓ, ഇവിടെ അടുത്ത് തന്നെയാണ്. എന്നാലും കുറച്ചകലെയാ. അപ്പോ ജിനി ഔട്ടായി, ലിറ്റി മത്സരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. ഈ ഗ്യാപ്പിൽ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൊഴുപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഉള്ളവരുടെ തന്നെ ഒരു കിട്ടിലൻ പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. ഒന്നിച്ചെടുത്ത് വിരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളും മനസ്സേ പാവം നീയും വഴിയിൽ ചേക്കയുടനും പാല് വിറയിൽ പക്ഷി പറയിൽ ഭൂമിയിൽ അടിപൊളികുരുമല നനകുമ്പോൾ ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നിക്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് വിരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നിക്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് വിരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ. കദളി വാഴ
അപ്പോൾ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ മത്സരാർത്ഥിയുടെ ആദ്യത്തെ മത്സരത്തിലേക്ക് പോവാം. ലോട്ടെടുക്കാം ലിറ്റിക്കുള്ള ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നോക്കാം. അപ്പോൾ ലിറ്റി പണപ്പെട്ടി എത്തി. ഇതിന്ന് പണം എടുക്കണമെങ്കിൽ ഇതിന്ന് പണിയെടുക്കണം. ആദ്യത്തെ ഗെയിം എടുക്കാലോ, നമ്മൾ സമയം കളയുന്നില്ല. ഫസ്റ്റ് ഗെയിം എടുത്തോളൂ. അപ്പോ ലിറ്റിക്കുള്ള ആദ്യത്തെ ഗെയിം, ഈ ഗെയിമിന്റെ പേരാണ് എന്റെ അമ്മച്ചി. അതാണ് ഗെയിമിന്റെ പേര്, എന്റെ അമ്മച്ചി. ഗെയിം കഴിയുമ്പോൾ എന്റെ അമ്മച്ചി എന്ന് ലിറ്റി വിളിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും LLB ഒക്കെ പഠിക്കല്ലേ. ഇത് റാഷ് ഡ്രൈവിംഗ് ആണ് ഗെയിം എന്ന് പറയുന്നത്. നമ്മൾ കുറെ കളിപ്പാട്ടം കാറ് തരും. ആ കാറ് ഇങ്ങനെ നമ്മൾ കൊച്ചുപിള്ളേർക്ക് മേടിച്ചു ബാക്കോട്ട് വലിച്ചടിച്ച് നല്ല സ്പീഡിൽ പോകുന്നത്. ഫ്രണ്ടിൽ നമ്മളൊരു ഡബിൾ സൈഡ് സ്റ്റിക്കർ പോലെ ഒരു ഏരിയ റെഡി ഉണ്ടാവും. അതിൽ പോയിട്ട് കറക്റ്റ് മുട്ടി നിൽക്കണം, ഒട്ടി നിൽക്കണം. അതാണ് ഗെയിം. നന്നായിട്ട് കാർ ഓടിക്കോ? കാർ ഓടിക്കാൻ ഇല്ല. കാർ ഓടിക്കാനില്ലെന്നാണോ കാർ ഓടിക്കാറില്ലെന്നാണോ? രണ്ടും ഇല്ല. ഓക്കെ, എന്തായാലും വക്കീലായി കഴിയുമ്പോൾ ഇത് രണ്ടും ഉണ്ടാവട്ടെ. തൽക്കാലം നമുക്ക് ഗെയിമിലേക്ക് പോകാം. ലിറ്റിയുടെ ആദ്യ റൗണ്ട് എന്റെ അമ്മച്ചി. അപ്പോ നമ്മുടെ രണ്ടാമത്തെ മത്സരത്തിൽ ലിറ്റി ആദ്യത്തെ മത്സരത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒരു ലോഡ് വണ്ടികൾ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ വണ്ടികൾ ഈ വരക്കിപ്പുറം വെക്കണം. ഒന്ന് വലിച്ചു പിടിച്ച് വിട്ട് കഴിഞ്ഞാൽ നല്ല ഫോഴ്സിൽ വണ്ടി പോകും. ചിലത് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങാനൊക്കെ വഴിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് ഇതിൽ വന്ന് ഒട്ടി നിൽക്കും. ഇത് ഒട്ടി നിന്നോളും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അവിടെ നമ്മൾ നല്ല അടിപൊളി പശയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് കൊക്കയിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. 120 സെക്കൻഡ് സമയമുണ്ട് ലിറ്റിക്ക്. 120 സെക്കൻഡിൽ 8 കാറുകൾ ഇവിടെ നിൽക്കണം. 8 എണ്ണം. റെഡി അല്ലേ? തുടങ്ങാം. ഒന്ന് നന്നായിട്ട് കൈയടിച്ചേ. Your time starts now. ആയി, അതപ്പുറത്തേക്ക് പോയല്ലോ. അത് അവിടെ വരെ എത്തിയില്ല. അത് മുട്ടിയില്ല. അത് ഇത്തിരി ആവതിലൊക്കെ വിട്ടോ. അത് ഇത്തിരി അത്രയും ആവതൊന്നും വേണ്ടായിരുന്നു. ഒരെണ്ണം റെഡി. അതുപോലെ തന്നെ പോട്ടെ. 2, 3. അതെന്റെ മുകളിൽ കയറാവുന്ന രീതിയിൽ വിട്ടോട്ടോ. അത് പോയില്ല. അത് പോയില്ല. ഓക്കെ, അതപ്പുറത്ത് പോയി. അടിപൊളി. ഇടിച്ചു തെറിപ്പിച്ചൊക്കെ പോണു. 40 സെക്കൻഡ് കഴിഞ്ഞു. തത്തിപ്പാർ അമ്മച്ചി ഇപ്പൊ ശരിക്കും പറയേണ്ടി വരും. അതിന്റെ മൂട്ടി പോയാ ഇടിച്ചത്. അടുത്തത് 1, 2, 3, 4 അയ്യോ. 60 സെക്കൻഡ് കഴിഞ്ഞു. 4 എണ്ണം അവിടെ എത്തിക്കഴിഞ്ഞു. 5 എണ്ണം അവിടെ എത്തിക്കഴിഞ്ഞു. 5 എണ്ണം. 70 സെക്കൻഡ് കഴിഞ്ഞു. 5 എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. 70 സെക്കൻഡ് കഴിഞ്ഞു. അതുപോലെ അത് വിട്ടേക്ക്. അടുത്തത് പോട്ടെ. അത് പോണില്ല. 90 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. നമ്മള് അവിടെ മുട്ടി. 1, 2, 3, 4. ഇത് മുട്ടി നിൽക്കണം. ഇതിന്റെ മുകളിലേക്ക് കയറാവുന്ന രീതിയിൽ എത്തിക്കട്ടോ. 1, 2, 3, 4, 5, 6, 7 എണ്ണം. പോയി. 15 സെക്കൻഡാണ് ഇനി ബാക്കിയുള്ളത്. 15 സെക്കൻഡാണ് ബാക്കിയുള്ളത്. ഒരെണ്ണം കൂടി എത്തിക്കണം. മാറ്റ്, വേറെ എടുക്ക്. അത് തെറിപ്പിച്ച് കളഞ്ഞേക്കണു. അപ്പൊ കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവാണ്. റെഡി അല്ലേ? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കഴിഞ്ഞു. 1 തോറ്റ സ്ഥിതിക്ക് എന്റെ അമ്മച്ചി. എനിക്ക് തോന്നുന്നു നമ്മുടെ മൊത്തം ഇതുവരെയുള്ള ഒരു ചരിത്രത്തിൽ ഒന്നും കിട്ടാതെ പോകുന്ന ആദ്യത്തെ മത്സരാർത്ഥിയാണ് തോന്നുന്നു അല്ലേ? പക്ഷെ നമ്മൾ ഒന്നും കൊടുക്കാതെ പോലെ നല്ലൊരു കൈ കൊടുത്തേ. റെഡി? ഓക്കെ, അപ്പൊ ടാറ്റ. ഉടനെ വക്കീലായിട്ട് കാണാം. വക്കീലായിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കാണണ്ട. വഴിയിൽ വെച്ച് കാണുമ്പോൾ ഹായ് പറഞ്ഞാൽ അത് അല്ലാണ്ട് കാണാൻ താല്പര്യമില്ല. കാണണം. കേസ് ഭയം. ഓക്കെ, ടാറ്റ. ജാങ്കോ, ഞാൻ പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലായി. സാധാരണ നമ്മൾ എവിടെയെങ്കിലും മിമിക്രി പരിപാടിക്കൊക്കെ പോയി നാട്ടുകാർ വളയാറാണ് പതിവ്. ഇതിപ്പോ തായ്ക്കൊണ്ട പിള്ളേരെ കൊണ്ട് വളയിപ്പിക്കുന്ന പരിപാടി ആദ്യമായിട്ടാ. ഇത് ഒരുപാടുണ്ടല്ലോ. ഹായ്, നമസ്കാരം. ഞാൻ ഇതിന്റെ ഇടയിൽ നിന്ന് മാറിക്കോളാം കേട്ടോ. അപ്പോൾ തായ്ക്കൊണ്ടോ ടീമാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഈ നാട്ടിലുള്ള പിള്ളേരാണ്. അവരുടെ മാസ്റ്ററും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ മാസ്റ്ററുടെ പേരെന്തായിരുന്നു? സുരേഷ് കുമാർ. ഓക്കെ, അപ്പോൾ ഇവര് കരാത്തേൽ കഥ എന്നൊക്കെ പറയുന്ന പോലെ തായ്ക്കൊണ്ടോയിലെ പുംസായി അല്ലേ മാസ്റ്ററെ? പുംസായി ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ
ഈ ഒരു അംഗത്തോടു കൂടിയാണ് സി കേരളം സൂപ്പർ ബമ്പർ നമ്മൾ അവസാനിക്കുന്നത്. എലവഞ്ചേരിക്കാർക്ക് ഒരിക്കൽ കൂടി ഒരു താങ്ക്സ് പറയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ഇവർ തുടങ്ങട്ടെ, ഞാൻ ഗുഡ് ബൈ.